ഏപ്രിൽ മാസത്തെ ഉച്ചവെയിലിന് ഉരുകിയ ഈയത്തിന്റെ ചൂടായിരുന്നു. പാലക്കാടൻ കാറ്റുപോലും വരണ്ടുണങ്ങി കരിഞ്ഞ മണ്ണിലൂടെ വീശിയടിച്ചു. പുതുതായി പണിതുയരുന്ന സ്കൈലൈൻ അപ്പാർട്ട്മെന്റ്സ് പ്രൊജക്ടിന്റെ സൈറ്റിൽ AC കാറിന്റെ തണുപ്പിലിരുന്ന് ലാപ്ടോപ്പിൽ ഡിസൈനുകൾ നോക്കുകയായിരുന്നു വരുൺ. കാറിന്റെ ഗ്ലാസ് താഴ്ത്തി പുറത്തേക്ക് നോക്കിയപ്പോൾ ദൂരെ പൊടി പിടിച്ച തോർത്തുമുണ്ട് തലയിൽ കെട്ടി വെയിലത്ത് കിണർ കുഴിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെ കണ്ടു. അവരിൽ ചെളിപുരണ്ട ഉടലുമായി നിൽക്കുന്ന ആ മനുഷ്യനെ കണ്ടപ്പോൾ വരുൺ പെട്ടെന്ന് ഗ്ലാസ് കയറ്റി. ബാലൻ, സ്വന്തം ജ്യേഷ്ഠൻ. രാവിലെ വീട്ടിൽ വെച്ചുണ്ടാക്കിയ വഴക്കിന്റെ അലയൊലികൾ വരുണിന്റെ മനസ്സിൽ അപ്പോഴും ഉണ്ടായിരുന്നു. ഏട്ടാ, ഈ കിണർ പണിയെങ്കിലും ശാസ്ത്രീയമായി ചെയ്തുകൂടെ? വരുൺ ഷൂലേസ് കെട്ടുന്നതിനിടയിൽ ചോദിച്ചതാണ്. ഇന്നത്തെ കാലത്ത് സോയിൽ ടെസ്റ്റ് ചെയ്യാതെ, ആംഗിൾ ഓഫ് റീപോസ് നോക്കാതെ ആരെങ്കിലും ഇതിനൊക്കെ ഇറങ്ങുമോ? ആ പഴയ തല്ലിക്കൂട്ട് രീതികളൊക്കെ നിർത്ത്. ബാലൻ ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ പരിഹാസമായിരുന്നില്ല, മറിച്ച് മണ്ണിനെ അറിഞ്ഞവന്റെ ഗമയായിരുന്നു. മോനെ, നിന്റെ കമ്പ്യൂട്ടറിലെ വരകൾക്കപ്പുറത്താണ് മണ്ണിന്റെ മനസ്സ്. മണ്ണിന്റെ നനവ് കണ്ടാൽ എനിക്കറിയാം അത് എപ്പോൾ ഇടിയുമെന്ന്. അതിന് നിന്റെ ഡിഗ്രി പോരാ. ആ മറുപടി വരുണിലെ സിവിൽ എഞ്ചിനീയറെ വല്ലാതെ മുറിവേൽപ്പിച്ചു. കോർപ്പറേറ്റ് മീറ്റിങ്ങുകളിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ടൈ കെട്ടിയ താൻ വെറും 7ാം ക്ലാസ്സുകാരനായ കിണർ പണിക്കാരനായ ഏട്ടന് മുന്നിൽ തോൽക്കുന്നത് അവന് സഹിക്കാനായില്ല. അന്ന് ഉച്ച കഴിഞ്ഞ് സൈറ്റിൽ നിന്ന് മടങ്ങാൻ തുടങ്ങുമ്പോഴാണ് ആ നിലവിളി കേട്ടത്. അയ്യോ, ഇടിഞ്ഞേ, ഓടി വരണേ! വരുൺ കാറിൽ നിന്നിറങ്ങി നോക്കി. പണി നടന്നുകൊണ്ടിരിക്കുന്ന പഴയ കിണറിന്റെ വക്കിൽ ആളുകൾ കൂടുന്നു. അവന്റെ നെഞ്ചിൽ ഒരു കൊള്ളിയാൻ മിന്നി. അവൻ ഓടി ആൾക്കൂട്ടത്തെ വകഞ്ഞു മാറ്റി നോക്കുമ്പോൾ കണ്ടത് ഭയാനക കാഴ്ചയായിരുന്നു. കിണറിന്റെ മുകൾ ഭാഗത്തെ മണ്ണ് പൂർണ്ണമായും ഇടിഞ്ഞു പോയിരിക്കുന്നു. റിങ്ങുകൾ താഴ്ന്നുപോയി. ആരാ അകത്ത്? വരുൺ വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. ബാലനാ. ബാലൻ പണി തീർത്ത് കയറാൻ നിൽക്കുമ്പോൾ വരുണിന്റെ കാലുകൾ കുഴഞ്ഞു. ചുറ്റുമുള്ള ശബ്ദങ്ങൾ മുഴങ്ങുന്നത് പോലെ അവന് തോന്നി. വർഷങ്ങൾക്ക് മുൻപ് ഒരു കർക്കിടക രാത്രി കനത്ത മഴയിൽ കരണ്ട് പോയി വീടാകെ ഇരുട്ടിലായിരുന്നു. അന്ന് വരുൺ 5 വയസ്സുകാരനാണ്. ഇടിവെട്ടുമ്പോൾ അവൻ പേടിച്ച് വിറയ്ക്കുമായിരുന്നു. അമ്മ അടുക്കളയിൽ തിരക്കിലാണ്. അച്ഛൻ മരിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ മഴക്കാലം. വരുൺ കിടപ്പുമുറിയിൽ കട്ടിലിനടിയിൽ ചുരുണ്ടുകൂടി കിടന്നു. ഇരുട്ടവനെ വിഴുങ്ങാൻ വരുന്നത് പോലെ. പെട്ടെന്നാണ് ഒരു ശബ്ദം കേട്ടത്. അതൊരു പ്രത്യേക താളമായിരുന്നു. തൊട്ടപ്പുറത്തെ മുറിയിൽ ബാലൻ പഠിക്കുന്ന മുറിയുടെ ഭിത്തിയിൽ നിന്നാണ് ആ ശബ്ദം. 2 തവണ വേഗത്തിൽ, പിന്നെ 1 തവണ മെല്ലെ. വരുൺ പയ്യെ എഴുന്നേറ്റ് ഭിത്തിയോട് ചെവി ചേർത്തു. അപ്പുറത്തു നിന്ന് ബാലൻ ചേട്ടന്റെ ശബ്ദം. പേടിക്കണ്ട, ഞാനിവിടെയുണ്ട്. ഈ ശബ്ദം കേട്ടാൽ ഏട്ടൻ കൂടെയുണ്ടെന്ന അർത്ഥം. ആ താളം വരുണിന് വെറുമൊരു ശബ്ദമായിരുന്നില്ല, അതൊരു ഭാഷയായിരുന്നു. സുരക്ഷിതത്വത്തിന്റെ ഭാഷ. അച്ഛൻ മരിച്ചപ്പോൾ പഠിപ്പ് നിർത്തി കിണർ പണിക്ക് പോയി തുടങ്ങിയ ബാലൻ ഓരോ തവണ പണി കഴിഞ്ഞ് വരുമ്പോഴും വരുണിന്റെ തലയിൽ കുട്ടി ഇതേ താളത്തിൽ ചോദിക്കും, എന്താടാ എഞ്ചിനീയറെ, പഠിച്ചാ? വരുൺ പഠിച്ചു. ബാലൻ വെയിലുകൊണ്ട് കറുത്തപ്പോൾ വരുൺ എയർ കണ്ടീഷണർ മുറികളിൽ വെളുത്തു. ബാലൻ മണ്ണിൽ പണിയെടുത്തുണ്ടാക്കിയ പണം കൊണ്ടാണ് വരുൺ സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായതും വലിയ ജോലി നേടിയതും. പക്ഷേ വളരും തോറും ആ ശബ്ദത്തെ വരുൺ മറക്കാൻ ശ്രമിച്ചു. ചേട്ടന്റെ വിയർപ്പ് നാറ്റത്തെ അവൻ വെറുത്തു. ഇന്ന് ആ പഴയ ഓർമ്മകൾ ഒരു സൂചി പോലെ അവന്റെ തലച്ചോറിൽ തറച്ചു. സമയം വൈകുന്നേരം 6 മണി. രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി. വലിയ JCBകൾ മണ്ണ് നീക്കാൻ ശ്രമിക്കുന്നു. വരുൺ അസ്വസ്ഥനായിരുന്നു. അവൻ ഉദ്യോഗസ്ഥരോട് തറയ്ക്കുകയാണ്. നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. ആ സൈഡിലെ മണ്ണ് ലൂസാണ്. JCB വയ്ക്കുമ്പോൾ വൈബ്രേഷൻ കൊണ്ട് മണ്ണ് വീണ്ടും ഇടിയും. നമുക്ക് സ്ട്രക്ചറൽ സപ്പോർട്ട് കൊടുക്കണം. വരുൺ തൻ്റെ ഐപാഡിൽ വരച്ച ഡയഗ്രം കാണിച്ചു കൊടുത്തു. സാറിൻ്റെ തിയറി ഇവിടെ നടക്കില്ല. ഇത് ചെളിയാണ്. പെട്ടെന്ന് മണ്ണ് നീക്കിയില്ലെങ്കിൽ ആള് ശ്വാസം മുട്ടി മരിക്കും, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. വരുൺ വിട്ടില്ല. അവൻ തൻ്റെ എഞ്ചിനീയറിംഗ് അറിവുകൾ വെച്ച് വാദിച്ചു. നാട്ടുകാരായ പണിക്കാർ, ബാലന്റെ സുഹൃത്തുക്കൾ എന്തോ പറയാൻ ശ്രമിച്ചെങ്കിലും വരുൺ അവരെ ആട്ടി ഓടിച്ചു. നിങ്ങൾക്കിതിനെപ്പറ്റി എന്തറിയാം? മാറി നിൽക്ക്. അവന്റെ നിർബന്ധത്തിന് വഴങ്ങി അവർ മറ്റൊരു രീതിയിൽ മണ്ണ് നീക്കാൻ തുടങ്ങി. പക്ഷേ വരുൺ ഭയപ്പെട്ടതുപോലെയല്ല, മറിച്ച് അവൻ കണക്ക് കൂട്ടാത്ത രീതിയിൽ ഒരു വലിയ മൺതിട്ട കൂടി കിണറ്റിലേക്ക് ഇടിഞ്ഞു വീണു. എല്ലാവരും സ്തംഭിച്ചുപോയി. ഒരു വലിയ ശബ്ദത്തോടെ കിണർ പൂർണ്ണമായി മൂടപ്പെട്ടു. രാത്രി 8 മണി. ഉദ്യോഗസ്ഥർ യന്ത്രങ്ങൾ ഓഫ് ചെയ്തു. ക്യാമറകൾ പ്രോബിറക്കി നോക്കിയെങ്കിലും
ഒന്നും കണ്ടില്ല. ചീഫ് ഓഫീസർ വരുണിൻ്റെ അടുത്തേക്ക് വന്നു, തോളിൽ തട്ടി. സോറി സാർ, ഇനി രക്ഷയില്ല. ഓക്സിജൻ തീർന്നു കാണും. ഇത്രയും മണ്ണിനടിയിൽ ഇനി ബോഡി റിക്കവറി മാത്രമേ നടക്കുള്ളൂ. ആ വാക്ക് ബോഡി, അതുവരെ ഉണ്ടായിരുന്ന വരുണിൻ്റെ ഈഗോ തകർന്നു വീണു. അവൻ ആ മൺകൂനയിലേക്ക് നോക്കി. തൻ്റെ അറിവ്, ശാസ്ത്രം എല്ലാം പരിചയപ്പെട്ടിരിക്കുന്നു. ഇരുട്ട്, കട്ട പിടിച്ച ശ്വാസം മുട്ടിക്കുന്ന ഇരുട്ട്. ബാലൻ കണ്ണു തുറക്കാൻ ശ്രമിച്ചു. പക്ഷേ കൺപീലികളിൽ പോലും ചെളി പറ്റിപ്പിടിച്ചിരുന്നു. അനങ്ങാൻ വയ്യ. നെഞ്ചിന് മുകളിൽ ഭാരമേറി എന്തോന്നിരിക്കുന്നു. ഒരു വലിയ കരിങ്കല്ലാണോ അതോ മണ്ണിൻ്റെ ഭാരമോ? ഓരോ ശ്വാസവും ഓരോ യുദ്ധമായിരുന്നു. മൂക്കിലേക്ക് മണ്ണിൻ്റെ ഗന്ധം അടിച്ചു കയറി. വരുണേ, അവൻ വിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ ശബ്ദം പുറത്തു വന്നില്ല. ഓക്സിജൻ കുറയുന്നതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. ബാലൻ്റെ കൺമുന്നിൽ മിന്നായം പോലെ കാഴ്ചകൾ. മരിച്ചുപോയ അച്ഛൻ വരുന്നു. ബാല, നീ എന്തിനാ പഠിപ്പ് നിർത്തിയത്? നിനക്കും വലിയ സാറാവാമായിരുന്നില്ലേ? പിന്നെ കാണുന്നത് കുട്ടിക്കാലത്തെ വരുണിനെയാണ്. തട്ടിൻപുറത്ത് പേടിച്ചിരിക്കുന്ന കുഞ്ഞു വരുൺ. ഏട്ടാ, എനിക്ക് പേടിയാവുന്നു. ബാലൻ്റെ ബോധം മറഞ്ഞു തുടങ്ങി. ഇല്ല, എനിക്ക് മരിക്കാൻ പറ്റില്ല. അവൻ ഒറ്റയ്ക്കാവും. അവന് ഞാൻ മാത്രമേ ഉള്ളൂ. ബാലൻ തൻ്റെ വലതുകൈ അനക്കാൻ ശ്രമിച്ചു. കൈ എന്തിലോ തട്ടി. അത് പഴയൊരു ഇരുമ്പ് പൈപ്പായിരുന്നു. കിണറ്റിലെ മോട്ടോറിലേക്ക് പോകുന്ന പൈപ്പ്. ഇത് മുകളിലേക്ക് എത്തുന്നുണ്ടാവും. അവൻ്റെ വിരലുകൾ തളർന്നിരുന്നു. എങ്കിലും സർവ്വശക്തിയും എടുത്ത് അവൻ ആ പൈപ്പിൽ തട്ടി. ഒരു ചെറിയ കഷ്ണം കല്ലും വെച്ച്. രാത്രി 11 മണി. ആൾക്കൂട്ടം പിരിഞ്ഞുപോയി. ഉദ്യോഗസ്ഥർ നാളെ രാവിലെ ബോഡി എടുക്കാമെന്ന തീരുമാനത്തിൽ മടങ്ങി. വരുൺ മാത്രം ആ കിണറ്റുകരയിലിരുന്നു. അവിടെ കനത്ത നിശബ്ദതയായിരുന്നു. അവൻ ആ മണ്ണിലേക്ക് നോക്കി. അവൻ്റെ വില കൂടിയ ഷർട്ടിൽ ചെളി പുരണ്ടിരുന്നു. അവിടെ കനത്ത നിശബ്ദതയായിരുന്നു. ഏട്ടാ, അവൻ വിങ്ങിപ്പൊട്ടി. രാവിലെ ഞാൻ പറഞ്ഞ വാക്കുകൾ, അത് നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടിയായിരുന്നില്ല. എനിക്ക് നാണക്കേടായിരുന്നു. നിങ്ങൾ കിണർ പണിക്കാരനായത് എനിക്ക് നാണക്കേടായിരുന്നു. പക്ഷെ ആ പണം കൊണ്ടാണ് ഞാനും ഈ കോട്ടും സ്യൂട്ടും ഇട്ടത് എന്ന് ഞാൻ മറന്നുപോയി. ആദ്യമായി ദൈവവിശ്വാസിയല്ലാത്ത വരുൺ കൈകൂപ്പി. എൻ്റെ ഡിഗ്രി എടുത്തു, എൻ്റെ ജോലിയും പണവും എടുത്തു. പകരം ഏട്ടനെ എനിക്ക് തിരിച്ചുതാ. അവൻ കരഞ്ഞുകൊണ്ട് തല കിണറ്റിൽ നിന്ന് പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ആ GI പൈപ്പിൽ മുട്ടിച്ചു. കണ്ണുനീർ ആ പൈപ്പിലൂടെ താഴേക്കൊഴുകി. പെട്ടെന്നൊരു നേരിയ ശബ്ദം. വരുൺ ഞെട്ടിപ്പോയി. അത് തൻ്റെ തോന്നലാണോ? അവൻ ശ്വാസമടക്കി പിടിച്ചു. ചെവി പൈപ്പിനോട് ചേർത്തു. വീണ്ടും ശബ്ദം കേട്ടു. 2 വട്ടം വേഗത്തിൽ. അതേ താളം. കുട്ടിക്കാലത്ത് ഇരുട്ടിൽ തനിക്ക് ധൈര്യം തന്നിരുന്ന അതേ താളം. ഏട്ടൻ ജീവനോടെയുണ്ട്. വരുൺ അലറി വിളിച്ചു. ഏട്ടൻ മരിച്ചിട്ടില്ല. വരുൺ ഭ്രാന്തനെ പോലെ ചാടി എഴുന്നേറ്റു. അവൻ JCB ഡ്രൈവറെ വിളിച്ചില്ല, ഫയർഫോഴ്സിനെ വിളിച്ചില്ല. പകരം അവൻ അവിടെ കൂടി നിന്ന ബാലൻ്റെ സുഹൃത്തുക്കൾ വിളിച്ചു. കിണർപണിക്കാരെ, ഏട്ടൻ ജീവനോടെയുണ്ട്. ആ പൈപ്പിലൂടെ സിഗ്നൽ തന്നു. അവർ ഓടിയെത്തി. വരുൺ തൻ്റെ ഷർട്ടും ടൈയും ഊരിയെറിഞ്ഞു. അവൻ ഒരു പിക്കാസ് കയ്യിലെടുത്തു. മോനെ, JCB വെച്ച് ഒരാൾ പറയാൻ തുടങ്ങി. വേണ്ട, വരുൺ തകർന്നു. യന്ത്രം വെച്ചാൽ മണ്ണമരും. നമുക്ക് കൈകൊണ്ട് മാറ്റാം. ഏട്ടൻ പഠിപ്പിച്ച പോലെ മണ്ണിൻ്റെ സ്വഭാവം നോക്കി വരുൺ കുഴിയിലേക്ക് ഇറങ്ങി. സിവിൽ എഞ്ചിനീയറിംഗ് പാഠപുസ്തകങ്ങൾ അവൻ മറന്നു. പകരം രാവിലെ ഏട്ടൻ പറഞ്ഞ വാക്കുകൾ അവൻ ഓർത്തു. മണ്ണിൻ്റെ മനസ്സ്. അവൻ മണ്ണ് തൊട്ടു നോക്കി. എവിടെയാണ് ഉറപ്പുള്ളത്, എവിടെയാണ് ഇളകുന്നത് എന്ന് വിരൽ കൊണ്ടറിഞ്ഞു. അവൻ്റെ കൈകൾ മുറിഞ്ഞു. നഖങ്ങൾക്കിടയിൽ ചോര പൊടിഞ്ഞു. എങ്കിലും അവൻ നിർത്താതെ മണ്ണ് നീക്കി. നാട്ടുകാരും അവനോടൊപ്പം ചേർന്നു. ഒരു മനുഷ്യച്ചങ്ങല പോലെ അവർ മണ്ണ് പുറത്തേക്ക് നീക്കി. മണിക്കൂറുകൾ നീണ്ട പരിശ്രമം. ഒടുവിൽ വരുണിൻ്റെ കൈ ഒരു മനുഷ്യ ശരീരത്തിൽ തട്ടി. ഏട്ടാ! അവൻ ആ മുഖത്തെ മണ്ണ് മാറ്റുമ്പോൾ ബാലൻ അബോധാവസ്ഥയിലായിരുന്നു. പക്ഷേ വിരലുകൾ അപ്പോഴും ആ പൈപ്പിൽ മുറുകെ പിടിച്ചിരുന്നു. ആശുപത്രിയിൽ ICUവിന് പുറത്ത് വരുൺ കാത്തിരുന്നു. ഡോക്ടർ പുറത്തേക്ക് വന്നു. ഭാഗ്യമുണ്ട്, കുറച്ചു നേരം കൂടി വൈകിയിരുന്നെങ്കിൽ. ഇപ്പോൾ പേടിക്കാനില്ല. വരുൺ റൂമിലേക്ക് കയറി. ബാലൻ കണ്ണു തുറന്ന് കിടക്കുന്നുണ്ടായിരുന്നു. ഓക്സിജൻ മാസ്ക് വെച്ചിട്ടുണ്ട്. വരുൺ അടുത്തു ചെന്ന് ആ കൈകളിൽ പിടിച്ചു. പരുക്കൻ കൈകൾ, സിമെൻറ്റും മണ്ണും കൊണ്ട് തഴമ്പിച്ച കൈകൾ. അവൻ ആ കൈകളിൽ മുഖം ചേർത്ത് കരഞ്ഞു. സോറി ഏട്ടാ. ബാലൻ മെല്ലെ ചിരിച്ചു. മാസ്കിനുള്ളിലൂടെ അവ്യക്തമായി പറഞ്ഞു. നീ എഞ്ചിനീയറിംഗ് മറന്ന് മണ്ണ് പണിക്കാരനായില്ലേ? വരുൺ തലയുയർത്തി. അതേ ഏട്ടാ, എഞ്ചിനീയറിംഗ് എനിക്ക് വീട് പണിയാൻ പഠിപ്പിച്ചു തന്നു. പക്ഷേ മണ്ണിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത് ഏട്ടനാണ്. 1 മാസങ്ങൾക്ക് ശേഷം വരുണിൻ്റെ എയർ കണ്ടീഷണർ ഓഫീസ് മുറി. ചുവരിൽ അവൻ്റെ എഞ്ചിനീയറിംഗ് ബിരുദ സർട്ടിഫിക്കറ്റ് ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനടുത്ത് തന്നെ ഒരു ഗ്ലാസ് ഷെൽഫിൽ പുതിയൊരു വസ്തു കൂടി അവൻ വെച്ചിരുന്നു.
പഴകി തുരുമ്പിച്ച ഒരു ചെറിയ കഷ്ണം കല്ല്. ബാലൻ അന്ന് കിണറ്റിലിരുന്ന് പൈപ്പിൽ കൊട്ടാൻ ഉപയോഗിച്ച ആ കല്ല്. മിസ്റ്റർ വരുൺ, അതെന്താ അവിടെ ഒരു കല്ല്? വരുൺ അതിലേക്ക് നോക്കി പുഞ്ചിരിച്ചു. അതാണ് സാർ എൻ്റെ ഏറ്റവും വലിയ പാഠപുസ്തകം, ഒപ്പം എൻ്റെ ജീവശ്വാസവും. അവൻ വിരലുകൾ കൊണ്ട് മേശപ്പുറത്ത് മെല്ലെ കൊട്ടി.